പരാതി കൂടുതലാണ്, ചെറിയ വണ്ടികൾ കുറവാണെന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് ഫില്ല് ചെയ്തു. 10-30 വണ്ടികൾ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ചോദിച്ചു വരുന്നവർക്ക് മാത്രമേ കൊടുക്കാനേ ഉള്ളൂ, ഒരു പീസേ ഉള്ളൂ. 1175 ഫുൾ ഓൺ ആണ്. ഒരു ഫാൾട്ട് കാണിച്ചു തരാൻ കഴിയില്ല. കറക്റ്റ് സർവീസ്, 4 പുത്തൻ ടയർ, പുതിയ ഇൻഷുറൻസ്. ഇത്രയും കാലമായിട്ട് സിംഗിൾ ഓൺഷിപ്പ്, കൂടെ തന്നെ 85,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വീഡിയോ വണ്ടി. മാർക്കറ്റ് വില 6.45-7 രൂപയുടെ അടുത്തുണ്ട്. നമ്മൾ കൊടുക്കുന്നത് 4.95. 4.90. ചെറിയൊരു പിന്നെ വാഗ്നർ ഒക്കെ വാങ്ങുന്ന പ്രൈസിന് ഒരു ഡീസൽ ഓട്ടോമാറ്റിക് കൊണ്ടുപോകാം. 7.95 2012 മോഡൽ Q5 തരാൻ കഴിയൂല. അത്രയും ക്വാളിറ്റി, കുറഞ്ഞ കിലോമീറ്റർ ഓടി, 4 പുത്തൻ ടയർ, എല്ലാ ഭാഗവും ഫിറ്റാ. വിലയാണ് ഹൈലൈറ്റ്. 11 ലക്ഷം രൂപ. വി ആണ്, ക്രിസ്റ്റയാണ്. അത് നമുക്ക് 11 ലക്ഷം രൂപ ഒരു വണ്ടി നോക്കുന്ന നേർ പകുതി വിലക്ക്. അപ്പൊ അതാണ് നമുക്ക് പകുതി വില എന്ന് പറയുന്ന പോലെ പകുതി വിലക്ക് അത് ഫുൾ ഓൺ, ഏകദേശം ഫുൾ ഓൺ കൊടുക്കാൻ. ഫുൾ ഓൺ സാധാരണക്കാരന്റെ ബഡ്ജറ്റിൽ ഇതാവുമ്പോൾ നമുക്ക് സൺറൂഫ് കാര്യങ്ങളും കൂടെ തന്നെ ഓട്ടോമാറ്റിക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു സെമി പ്രീമിയം ലെവലിൽ വരുന്ന ഒരു ചെറിയ ബഡ്ജറ്റിലുള്ള ഒരു മിനി SUV, മൈക്രോ SUV നമുക്ക് അതാണ് ഫുൾ ഓണിലുണ്ട്. അതേപോലെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഫോർച്യൂണർ അല്ലേ, Type 2 മാറ്റിയത്. അച്ഛാ ഇതിന്റെ പ്രൈസ് മാത്രം പറഞ്ഞാൽ നിങ്ങൾ 8.5 ലക്ഷം ഒരു സ്വിഫ്റ്റിന്റെ പ്രൈസിന് കേട്ടോ. അതേപോലെ ഇന്നോവ ഉണ്ട്, ക്രിസ്റ്റകൾ ഉണ്ട്, അതേപോലെ 7 സീറ്റർ ബഡ്ജറ്റിലുണ്ട്. അതേപോലെ നല്ലൊരു കിഡ്ലൻ ഗ്ലാൻസ് ഉണ്ട്. അത് ഇത്തവണ നമ്മൾ വീണ്ടും ഗംഭീരമായ കളക്ഷനാണ്. 2 ആഴ്ച ആയിട്ടുള്ളൂ. പുതിയ ഒത്തിരി നല്ല സ്റ്റോക്കുകൾ, ചെറുവാഹനങ്ങൾ കയറിയിട്ടുണ്ട്. ഇന്നും LFC തന്നെയാണ്, അച്ഛനാണ് കൂടുതലുള്ളത്. അച്ഛൻ നമ്മളെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങള് ലൊക്കേഷൻ എല്ലാവർക്കും അറിയാം. ഇപ്പൊ പെരിന്തൽമണ്ണ പാലക്കാട് റോഡ്, അത് EMS ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത് നേരെ ഓപ്പോസിറ്റ് നമ്മുടെ മുന്നിൽ റോയൽ എൻഫീൽഡിന്റെ ഷോറൂം ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മള് കഴിഞ്ഞ വീഡിയോക്കാനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ചെറിയ ബഡ്ജറ്റ് വാഹനങ്ങൾ നമ്മൾ ഒത്തിരി വന്നിട്ടുണ്ട് അല്ലെ. പരാതി കൂടുതലാണ്, ചെറിയ വണ്ടികൾ കുറവാണെന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് ഫില്ല് ചെയ്തു. അല്ലെ. ഇത് നമുക്ക് ഫുൾ ഓൺ തന്നെ കൊടുക്കാം. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ ചെറുവാഹനത്തിന് ഏറ്റവും ചെറിയ വാഹനത്തിന് തുടങ്ങാം. ഫസ്റ്റ് തന്നെ നമ്മൾ സാധാരണക്കാരന്റെ ബഡ്ജറ്റ് വണ്ടിയാണ് നമ്മള് ഓൾട്ടോ 800. എങ്ങനെയായിരുന്നു മോഡല്? 2017 മോഡല്. 17 മോഡല് ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നാണ്. കസ്റ്റമർ നിർബന്ധത്താൽ നമ്മൾ സെക്കൻഡ് ഓണർ ആയിപ്പോ ആകെ 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 2,35,000 രൂപ കൊടുക്കും. 2.35 2017 ആണ്. 17 മോഡലാണ്. 4 ഫുൾ കട്ട് ടയേഴ്സ് ഉണ്ട്. വയനാട് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, നല്ല ക്വാളിറ്റി ഉള്ളത്. സീറ്റ് കവേഴ്സ്, മ്യൂസിക് സിസ്റ്റം ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുമത്? 2 വരെ ലോൺ കയറും. 2 വരെ കയറും. 10-30 വണ്ടികൾ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അടുത്ത നമ്മൾ ഡീസൽ സ്വിഫ്റ്റ് ഡെയിലി യൂസിന് മൈലേജും കാര്യങ്ങളൊക്കെ നോക്കി എടുക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യം പറയേണ്ടത്, ചിലവര് നമ്മളെ കമന്റിൽ ഒരുപാട് റോങ് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർ 2012 വണ്ടി. ഇത്രയും കാലമായിട്ട് 85,000 കിലോമീറ്റർ 85,000 കിലോമീറ്റർ. അപ്പൊ ഈ ഒരു ഇത്രയും കാലമായിട്ട് സിംഗിൾ ഓൺഷിപ്പ്, കൂടെ തന്നെ 85,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വീഡിയോ വണ്ടി. അപ്പൊ ഇതിന്റെ ഹൈലൈറ്റ് ആണ് അതിന്റെ ഓൺഷിപ്പും കിലോമീറ്ററും. അതുകൊണ്ട് വില കൂടും. എത്ര രൂപ ചെയ്യാൻ പറ്റും? 3.35 കൊടുക്കും. 3.35 അപ്പൊ ചോദിക്കും 2.5 രൂപയ്ക്ക് കിട്ടാൻ പറയും. 6 ഓണറായി ഉണ്ടാവും, 2 ലക്ഷം ഓടിയിട്ടുണ്ടാവും. അപ്പൊ അതാണ് നമുക്ക് ജെന്യൂൻ കിലോമീറ്റർ വാറണ്ടി. ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? ഇത് എന്റെ അഭിപ്രായത്തിൽ 2 രൂപ വരെ ലോൺ കയറും. ലോൺ നമുക്ക് കാരണം പീരിയോഡ് മോഡല് കുറവായതുകൊണ്ട്. അടുത്തതാണ് നമുക്കൊരു കിഡ്ലൻ വണ്ടിയാണ്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും നല്ല പെർഫോമൻസും ഒക്കെ നോക്കുന്നവർക്ക് ചെറിയ ബഡ്ജറ്റിൽ വലിയൊരു വാഹനം അല്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാ. ഇത് ഓൾറെഡി ഒരു കസ്റ്റമർ ഇങ്ങനെ അഡ്വാൻസ് ആയിട്ട് നിൽക്കുന്നതാണ്. പക്ഷെ അവർക്ക് ലോണിന് വേണ്ടി കൊടുത്തിരിക്കുക. എന്നാലും നമ്മൾ പറയുന്നു ചിലപ്പോൾ അത് ലോൺ റിജക്ട് ആയ പിന്നെ നമുക്ക് കൊടുക്കണമല്ലോ. അപ്പൊ അത് ഓട്ടോമാറ്റിക് കൂടിയാണ്. CVT ഓട്ടോമാറ്റിക് 2016 85,000 കിലോമീറ്റർ. ഓണർഷിപ്പ് 3-4 അതുകൊണ്ടാണ് വില കുറച്ച് കൊടുക്കുന്നത്. മാർക്കറ്റ് വില 6.45-7 രൂപയുടെ അടുത്തുണ്ട്. നമ്മൾ കൊടുക്കുന്നത് 4.95. 4.90. ചെറിയൊരു പിന്നെ വാഗ്നർ ഒക്കെ വാങ്ങുന്ന പ്രൈസിന് ഒരു ഡീസൽ ഓട്ടോമാറ്റിക് കൊണ്ടുപോകാം. അതുകൊണ്ട് നമുക്ക് പക്ക പ്രീമിയറില് നമുക്ക് ഓടി Q5 അല്ലേ നമ്മൾ ഒരു യാത്രാ ആവശ്യത്തിന് പുറത്തിറക്കിയാണ്. ഇതെങ്ങനെയായിരുന്നു? 2012 മോഡൽ Q5 സെക്കൻഡ് ഓണർ ആണ്. ആകെ 1.10 ഓടിയിട്ടുള്ളൂ. പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അല്ല കിഡ്ലൻ വണ്ടിയാണ്. പണ്ട് നമ്മള് 4422 അല്ലെ, നമ്മളെ പണ്ട് മോഹൻലാലിന്റെ നമ്പറൊക്കെയാണ്. ഇത് 4422 ആണ്. അടുത്ത് വരും. ഇത് നമ്മള് എത്ര രൂപ? നമ്മൾ 7.95 കൊടുക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്ന വണ്ടിയാണ്. ഇത് ഈ പറഞ്ഞ മാതിരി ഏകദേശം ഒരു എൻക്വയറിയിൽ നിൽക്കുന്നതാണ്. 7.95 2012 മോഡൽ Q5 റീ രജിസ്റ്റർ ചെയ്തതാണ് 4 കൊല്ലം മുമ്പ്. 4 കൊല്ലം മുമ്പ്. അപ്പൊ ഒത്തിരി കുറച്ച് കാലമായിട്ട് ഇവിടെ കേരളത്തിലുള്ള വണ്ടിയാണ്. അത് KL53 നമ്മുടെ പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ ആയ വണ്ടിയാണ് അല്ലെ. അടുത്ത നമുക്ക് വീണ്ടും ഒരു സ്വിഫ്റ്റ് തന്നെയാണ്. KL34 നല്ല സിൽവർ ഫിനിഷിംഗില് Type 3 വരുന്ന വണ്ടി. ഇതിന് ഒരു പ്രത്യേകത, കിലോമീറ്റർ വളരെ കുറവാണ് അല്ലേ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 45,000 കിലോമീറ്റർ 2019 VXi ആണ്.
സെക്കൻഡ് ഓണർ. അപ്പൊ ചെറിയ കിലോമീറ്ററിൽ നല്ലൊരു സ്വിഫ്റ്റ് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ചെറിയ എന്തൊരു ഒരു ഡോർ ചേഞ്ചസിന്റെ ഒരു ക്ലെയിം ഉണ്ട്. വേറെ അപാധകളും കാര്യങ്ങളൊന്നുമില്ല. വണ്ടി പക്ക ജെന്യൂൻ ചെറിയ കിലോമീറ്റർ. അപ്പൊ കമ്പനിയിൽ നമുക്ക് വാറണ്ടി ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തോട്ടെ. അത്രയും ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടിയില്ല. നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? 5-15 കൊടുക്കും. 5-15 അല്ലേ? പുതിയ വണ്ടി ഇപ്പൊ നമുക്കറിയാലോ 3 സിലിണ്ടർ ആണ്. 3 സിലിണ്ടർ 4 സിലിണ്ടർ വണ്ടി. ഇതിന്റെ ആരാധകർ ഒരുപാടുണ്ട്. അവർക്ക് വേണ്ടി മാത്രമല്ല, ചോദിച്ചു വരുന്നവർക്ക് മാത്രമേ കൊടുക്കാനേ ഉള്ളൂ. ഒരു പീസേ ഉള്ളൂ. അതും ചെറിയ കിലോമീറ്റർ. ഒരു 50 രൂപ ഉണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് ഇറക്കാം. ഞാൻ അടുത്ത് ഫുൾ ഓൺ ഒരു താറാണ്. അത് നമുക്ക് 4x4 വണ്ടി 4x4 പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 60,000 കിലോമീറ്റർ. ഹൈ ക്വാളിറ്റി വണ്ടി എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി വണ്ടി. അത്ര നമുക്ക് ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്ന ധൈര്യമായിട്ട് കൊടുക്കാം. ഇതിന്റെ പ്രൈസ് ഹൈലൈറ്റ് ആണ്. അത്യാവശ്യം നമുക്ക് ആഡോൺസ് കാര്യങ്ങളെല്ലാം വന്നൊരു വണ്ടിയാണ്. അതും 4x4 ഓട്ടോമാറ്റിക്കലി പെട്രോൾ വണ്ടി 11,75 കൊടുക്കും. 11,75 അത് ഫുൾ ഓൺ ആണ്. വണ്ടിക്ക് 11,75,000 സ്ലൈറ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അത് ഫുൾ ഓൺ ട്രാക്ക് കൊടുക്കാം. അടുത്ത് നമുക്ക് നല്ലൊരു ഫാമിലി വെഹിക്കിൾക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒതുങ്ങിയൊരു വാഹനം അല്ലെ. 2013 മോഡൽ വാഗണർ VXi ആണ്. ഇതിന്റെ ഹൈലൈറ്റ് കിലോമീറ്റർ തന്നെയാണ്. 66,000 കിലോമീറ്റർ ഓടി. അപ്പൊ ഇത്രയും കാലമായിട്ട് നമുക്ക് ഇത്ര കിലോമീറ്റർ ഓടി. ഓണർഷിപ്പ് 3 അത് 13 വണ്ടിക്ക് 3 ഓണർഷിപ്പ് ഒന്നും വലിയൊരു സംഭവമൊന്നുമല്ല. പക്ഷെ വണ്ടി ഹൈ ക്വാളിറ്റി, ഒരു 15-16 വണ്ടിന്റെ ക്വാളിറ്റി ഉണ്ടാവും. അത്രയും നമുക്ക് അന്നത്തെ ഏറ്റവും ടോപ്പിലോട് വണ്ടി VXi. നിലവിലൊന്നും നമുക്ക് ചെയ്യിക്കാനൊന്നുമില്ല. നല്ല ക്വാളിറ്റിയുള്ള വണ്ടി. നേരെ നമുക്ക് ഫ്യൂൽ അടിച്ചങ്ങ് പോയാൽ മതി. അപ്പൊ AC പോസ്റ്ററിംഗ് 4 ഡോർ പവർ വിൻഡോ, റിയറിൽ വൈപ്പർ. അന്ന് കമ്പനി ഏറ്റവും ടോപ്പിലോട് അതേ കണ്ടീഷനിലുള്ള വണ്ടിയാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇതിന് വില കുറച്ച് ചോദിക്കരുത്. ഫൈനൽ വില 260. 260 259 ചോദിക്കരുത്. തരാൻ കഴിയൂല. അത്രയും ക്വാളിറ്റി. കുറഞ്ഞ കിലോമീറ്റർ ഓടി 4 പുത്തൻ ടയർ, എല്ലാ ഭാഗവും ഫിറ്റ് ആയിട്ടുള്ള ചെയ്യാനില്ല വണ്ടി. മാക്സിമം ലോണും ചെയ്യാം. നോക്കാം. അടുത്ത നമുക്കൊരു ക്രിസ്റ്റയാണ്. നമുക്ക് 2 ഉണ്ട്. 2 ഒറിജിനൽ കേരള നമ്പർ ആക്കാനുള്ള വണ്ടിയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത് ഉണ്ടായിരുന്നു. ഇത് പറഞ്ഞ പോലെ ഓൾറെഡി ഒരു ടാർഗറ്റിൽ നിൽക്കുകയാണ് ഒരു പാർട്ടിയായിട്ട്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2017 മോഡൽ V ആണ്. ശ്രദ്ധിക്കണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ കേരള പോലെ തന്നെ പ്രൈവറ്റ് ആണ് വണ്ടി. ടാക്സി ഓടി വന്നതല്ല. 2 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമുക്ക് വാങ്ങുന്ന ആളുടെ പേരിൽ NOC എടുത്ത് കൊടുക്കാം. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് NOC എടുത്ത് വിലയാണ് ഹൈലൈറ്റ്. 11 ലക്ഷം രൂപ. V ആണ്, ക്രിസ്റ്റയാണ്. അത് നമുക്ക് 11 ലക്ഷം രൂപക്ക് നമുക്ക് NOC നമുക്ക്. അടുത്ത വീണ്ടും നമുക്ക് ഒരു കിടിലൻ ക്രെറ്റയാണ്. ഫുൾ ബ്ലാക്കില് പനോരമിക് സൺറൂഫ് കാര്യങ്ങളൊക്കെ അടക്കം വരുന്ന ഒരു വണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡൽ? 2021 മോഡൽ SX എക്സിക്യൂട്ടീവ് ഡീസൽ വേരിയന്റ് ആണ്. പനോരമിക് സൺറൂഫ് വരുന്ന വണ്ടി. ഹൈ ക്വാളിറ്റി ആണ്. ഓപ്പന്റെ SX ആണ്. അതിന്റെ തൊട്ട് താഴെ SX എക്സിക്യൂട്ടീവ്. ആ എല്ലാ ഫീച്ചേഴ്സും ഇതിലും ഉണ്ടാവും. വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കമ്പനി സ്റ്റീരിയോ മാറ്റിയ ഡയമണ്ടിന്റെ അടിപൊളി കോസ്റ്റ്ലി ആയിട്ട് സ്റ്റീരിയോ ഒക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏറ്റവും ടോപ്പിന്റെ എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഡീസലിലുള്ള ഒരു കിട്ടുന്ന വണ്ടി 21 മോഡൽ. സിംഗിൾ ഓണർ ആണ്. 21 മോഡൽ വണ്ടി. എത്ര രൂപ ചെയ്യാൻ പറ്റും? 12-25 കൊടുക്കാം. 12-25 ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? 11 വരെ ഈസി ആയിട്ട് കയറും. ചിലപ്പോ 12 കിട്ടിക്കൂടല്ലേ. നമ്മളെപ്പോഴും ഒരു ഫുൾ ലോൺ എന്ന് പറയുകയാണെങ്കിലും ഒരു 5% അല്ലെങ്കിൽ 10% ഒക്കെ നമ്മൾ മനസ്സിൽ കരുതണം. ചിലപ്പോ ആ കസ്റ്റമറുടെ പ്രൊഫൈലിനനുസരിച്ച് ചെറിയ വേരിയേഷൻസ് വരും. ഓട്ടോ ജനറേറ്റ് ആയിട്ട് വരുന്ന. അപ്പൊ നമ്മളോട് തർക്കിച്ച് ചോദിക്കും, നിങ്ങളല്ലേ പറഞ്ഞ് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഒഴിവാക്കാനാണ് ഞാൻ മുൻകൂർ ജാമ്യം എടുക്കുന്നത്. ഞാൻ അടുത്ത തവണ നമുക്കൊരു മാരുതിയിൽ ഒരു സെമി ക്ലാസ് വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് സിയാസ്. കിഡിലും വണ്ടി. അത്ര നല്ല ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല ഫീച്ചറുകളാണ്. ക്വാളിറ്റി വണ്ടി. ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ? പെട്രോൾ അല്ലേ 21 വരുള്ളൂ. 21 20 ശേഷം മാരുതിയിൽ പിന്നെ ആ ഒരു പരിപാടി ഇല്ലല്ലോ. അപ്പൊ പുഷ്പയുടെ സ്റ്റാർട്ടിങ് റിയറിൽ AC വെന്റ് ഓട്ടോമാറ്റിക് കൂടിയാണ് അല്ലെ. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു എഡിഷൻ കൂടിയാണ്. 2021 മോഡൽ ന്യൂജൻ വണ്ടിയാണ്. അത് നമുക്ക് നെക്സ വഴി വരുന്ന വണ്ടി ആയതുകൊണ്ട് ഫാൾട്ട് കാണിച്ചു തരാൻ കഴിയില്ല. കറക്റ്റ് സർവീസ്, 4 പുത്തൻ ടയർ, പുതിയ ഇൻഷുറൻസ്. അത്രയും ക്വാളിറ്റി ഗ്യാരണ്ടി നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന. എത്ര രൂപ ചെയ്യാൻ പറ്റും? വില നമുക്ക് 7.25 രൂപ കൊടുക്കാം. ഒരു 7 ലക്ഷം രൂപ ലോൺ ഇട്ട് കൊടുക്കാം. അപ്പൊ 10,000 രൂപ ഉണ്ടെങ്കിൽ ന്യൂ മോഡലാണ്. മോഡൽ ശ്രദ്ധിക്കണം. അടുത്ത തവണ വീണ്ടും നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ സൺറൂഫും ഒരു SUV ഒക്കെ നോക്കുന്നവരെ സംബന്ധിച്ച് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മളെ സോണറ്റ്. റിയറിൽ AC വെന്റ് വരുന്നുണ്ട്. കുട്ടികൾക്ക് സൺറൂഫ് വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, പുഷ്പയുടെ സ്റ്റാർട്ടിങ് ഓട്ടോമാറ്റിക് കൂടിയാണ് വരുന്നത്. എങ്ങനെയായിരുന്നു? 2023 മോഡലാ.
40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എന്താ ഇങ്ങനെ ബ്ലാക്ക് വണ്ടി ഇന്ന് എടുത്തിട്ടുള്ളൂ. അതാണ് ആ വന്ന കണ്ടീഷനാണ്. ഇന്നലെ എടുത്തു വന്നിട്ടുള്ളൂ, വാഷ് ചെയ്യാൻ സമയം കിട്ടിയില്ല. അപ്പൊ നിങ്ങൾ വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ അലിക്കാണ്ട് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നലെ പർച്ചേസ് വണ്ടിയാണ്, ഒന്ന് പോളിഷ് ചെയ്യാനും പോലും ഇല്ല, കഴുകാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 2023 മോഡല് HTX ഓട്ടോമാറ്റിക്. എത്ര പൈസ പെട്രോള്? 1035. ഫുൾ ഓൺ ചെയ്തൂടെ നമുക്കിത്? എന്തായാലും ചെയ്യാലോ അല്ലെ. ഇത് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് 40 കിലോമീറ്റർ. 40 ചെറിയ കിലോമീറ്റർ ആണ്. അടുത്ത നമുക്ക് വീണ്ടും സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉള്ള മൈലേജ് കൂടി ഒന്നുകൂടി പരിഗണിക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് WRV. മൈലേജ് ചാമ്പ്യൻ. ഡീസൽ വണ്ടി തന്നെ അല്ലേ? ലോങ് ഡ്രൈവില് 14 മൈലേജ് എന്തായാലും കിട്ടൂല. 2017 മോഡല് VX ആണ്, ഡീസൽ ആണ്. 110 ഓടിയിട്ടുള്ളൂ, സെക്കൻഡ് ഓണർ. ഇതിലൊക്കെ നോക്കി നല്ല സ്പേഷ്യസ് ആണ്. അതേപോലെ തന്നെ നമുക്ക് നല്ല മൈലേജ് കിട്ടും, അതും സൺറൂഫ് കാര്യങ്ങളൊക്കെ അടക്കം വരുന്ന ഒരു വണ്ടി. എത്ര പൈസ ചെയ്യാൻ പറ്റും നമുക്ക്? ചെറിയ വിലക്ക് കൊടുക്കണേ 6,75,000 രൂപ. ഒരു ഹാച്ച് ബാക്കിന്റെ പ്രൈസിന് നല്ലൊരു കിട്ടുന്ന SUV ഉണ്ടാവും. 10% പൈസ ഇട്ട് വന്നാൽ മതി, ബാക്കി നമുക്ക് ലോൺ കൊടുക്കും. ഒരു 5.25-6 രൂപ വരെ ലോൺ ഇട്ട് കൊടുക്കും. ലോൺ നമുക്ക് നല്ല കസ്റ്റമർ ഒരു വണ്ടിയില്ല. അടുത്ത നമുക്കൊരു വീണ്ടും ഒരു ഫസ്റ്റ് ജെൻ ക്രെറ്റ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. കാരണം നമുക്ക് ഈ ഫസ്റ്റ് ജനറേഷൻ ഇന്നും ഫാൻസ് കൂടുതലാണ്. ഫാൻസ് കൂടുതൽ മാത്രമല്ല, ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ വണ്ടിക്ക് ഒരു ബിൽറ്റ് ക്വാളിറ്റി കൂടുതലാണ്. അത് തന്നെയല്ല, ഈ വണ്ടി കുറച്ച് കിലോമീറ്റർ കൂടി 170 വരെ ഓടി. പക്ഷെ ഒരു 1,00,000 താഴെ ഓടി വണ്ടിന്റെ അതേ ക്വാളിറ്റി കീപ്പ് ചെയ്ത് പോകുന്ന വണ്ടിയാണ്. 1.6 ആണ് വരുന്നത്. 1.6 1.4 ആണ് മൈലേജ് ഉണ്ടാവും. അത് മാത്രമല്ല, ഈ വണ്ടിക്കുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ വിലക്ക് കൊടുക്കണം. 6,40,000 രൂപയ്ക്ക് കൊടുക്കണം. ഒരു സ്വിഫ്റ്റ് ഒക്കെ വാങ്ങുന്ന 17 മോഡൽ വണ്ടി, 17 മോഡല്. പിന്നെ ഒരു സ്വിഫ്റ്റിന്റെ പ്രൈസിന് ക്വാളിറ്റി നിങ്ങൾ എവിടെ കൊണ്ട് ചെക്ക് ചെയ്ത് മെഷർ ചെയ്തിട്ട് നിങ്ങൾ വില കൊടുത്താൽ മതി. മാക്സിമം ലോണും ചെയ്യാം. ലോൺ ചെയ്യാം. ഞാൻ ഒന്നുകൂടെ നമുക്ക് സേഫ്റ്റി ഒക്കെ കൺസിഡർ ചെയ്യുന്നവർക്ക് ഒരു നെക്സോൺ വരുന്നുണ്ട്. 5 സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളെല്ലാം വരുന്നൊരു വണ്ടിയാണ്. ഇത് ഡീസൽ ആണോ അതോ പെട്രോൾ ആണോ? ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ആണോ ഓട്ടോമാറ്റിക് ആണ്? 19 മോഡൽ നെക്സോൺ ആണ്. അപ്പൊ നേരത്തെ നമ്മള് മൈലേജും കംഫർട്ടും സേഫ്റ്റി നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഇതിന്റെ കാര്യത്തിൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, കാരണം ഗവൺമെന്റ് അവാർഡ് കൊടുത്തുള്ള വണ്ടിയാണ്. ഓക്കെ. പിന്നെ അതുപോലെ ആളുകൾക്ക് ഇഷ്ടം പോലെ അറിയാൻ പറ്റും. എന്താ വെച്ചാൽ അത്രയും സേഫ്റ്റിയുടെ കാര്യത്തിൽ ടാറ്റ യാതൊരു കോംപ്രമൈസും ഇല്ല. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. മോഡൽ 2019 മോഡൽ. കിലോമീറ്റർ എങ്ങനെയാണ്? 10 ഓടി ഓട്ടോമാറ്റിക്. നമുക്കൊരു 6.5 ലക്ഷം നമ്മൾ ചോദിക്കണം, എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്ത് കൊടുക്കാം അല്ലെ. ഇനി മാർജിന്റെ ഒരു SUV വേണമെന്നുള്ളവർക്ക് ഡീസലിന് ഒരു കിട്ടുന്ന ബ്രസ് ഉണ്ട്, അതും വൈറ്റ് ഫിനിഷിംഗിൽ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനം. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2017 മോഡല്. ZD പ്ലസ് ആണ്, സിംഗിൾ ഓണർ ആണ്. ഇതിനപ്പുറം വേറൊരു ഓപ്ഷൻ ഇല്ല. 1.5 ഓടിയിട്ടുണ്ട്. അതാണ് ഇതിന്റെ ഒരു കുറവുള്ളൂ. ചെറിയ എന്തെങ്കിലുമൊക്കെ മൈന്യൂട്ട് ക്ലെയിമോ കാര്യങ്ങൾ ഉണ്ടെന്നല്ലാതെ മേജർ ഇഷ്യൂസുകളൊന്നുമില്ല. നമുക്കൊരു മര്യാദ വിലയ്ക്ക് നമുക്ക് കൊടുക്കും. ഒരു 6,40,000 രൂപ. 6.45 നമുക്ക് വണ്ടി കൊടുക്കാം. അടുത്ത് വീണ്ടും നമുക്ക് ചെറിയൊരു ബഡ്ജറ്റ് ഒരു 7 സീറ്റർ നോക്കുന്ന റെനോ ട്രൈബർ. ഈ 7 സീറ്റിൽ പെട്രോൾ സെഗ്മെന്റിൽ ഒരുപാട് വണ്ടി ഉണ്ട്, പക്ഷെ ഇതിന്റെ അത്ര സേഫ്റ്റി ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടി വേറെ ഉണ്ടാവില്ല. ഇതിന്റെ വില കുറവിലുണ്ടാവില്ല. ഇതേ സെയിം സാധനം നമുക്ക് കിട്ടണമെങ്കിൽ ഒരു എർട്ടിക കൊടുക്കണമെന്നുണ്ടെങ്കിൽ 10 ലക്ഷത്തിന് മുകളിൽ വരെ വരും. ഇത് 22 മോഡൽ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വണ്ടി ആകെ 22,000 കിലോമീറ്റർ ഓടിയിട്ടില്ല പറയാം. ഫുൾ ഓപ്ഷൻ വണ്ടി ഓട്ടോമാറ്റിക്. എത്ര പൈസ കൊടുക്കുന്ന വിലയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. 5.75 വരും. പുതിയൊരു വണ്ടി നോക്കുന്ന നേർ പകുതി വിലക്ക്. അപ്പൊ അതാണ് നമുക്ക് പകുതി വില എന്ന് പറയുന്ന പോലെ പകുതി വിലക്ക് അത് ഫുൾ ഓൺ, ഏകദേശം ഫുൾ ഓൺ തന്നെ കൊടുക്കാൻ. ഫുൾ ഓൺ നമുക്ക് 7 സീറ്റില് നമ്മൾ മറ്റൊരു എർട്ടിക അങ്ങനെയുള്ള സാധനത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ റേറ്റ് കൂടി താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇത് ഭയങ്കര ചീപ്പ് ആൻഡ് ക്വാളിറ്റിയാണ്. അപ്പൊ അത്യാവശ്യം മൈലേജ് കിട്ടും. 7 സീറ്റർ ആയി. കമ്പനി ബാഡ്ജിങ് തന്നെ ഏറ്റവും സേഫ്റ്റിയസ്റ്റ് വണ്ടി അത്രയും ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇനി ഒന്നുകൂടെ നമുക്ക് വീണ്ടും നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ എക്കോ സ്പോർട്ട് നോക്കുന്നവർക്ക് വൈറ്റ് ഫിനിഷിംഗിൽ ഒരു അടിപൊളി വാഹനം അല്ലെ. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2015 മോഡൽ സിംഗിൾ ഓണർ ട്രെൻഡ് ആണ്. 1.20 ഓടിയിട്ടുള്ളൂ. കമ്പനി അലോയ്സ് ഒന്നും വരില്ല, പക്ഷെ നമ്മൾ അലോയ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ടയർ എല്ലാം ഫുൾ ആണ്. പുതിയ ഇൻഷുറൻസ് ആണ്. ഓക്കെ. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടുവാണ്. കിഡിന്റെ പിന്നെ ബോഡി ക്വാളിറ്റി ആണ്. ബോഡി വെയിറ്റ് നോക്കുന്നവർക്ക് പാസ്പോർട്ടിന്റെ കാര്യം പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ല. ജനങ്ങൾ നമ്മളെക്കാളും കൂടുതൽ അതിനെ കുറിച്ച് അറിയാം. ഓക്കെ. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അല്ല. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 3.85 കൊടുക്കാം. 3.85 ചെറിയൊരു പ്രൈസിന് നല്ലൊരു കിലോമീറ്റർ മൈലേജ് ഡീസൽ വണ്ടി അല്ലേ. ഇനി അടുത്ത് നമുക്കൊരു കിടക്കാച്ചി ഐറ്റം ആണ്. ടയോട്ടന്റെ ഗ്ലാൻസ.
അലോയ്ക്ക് കൊടുക്കണ ഒരു 19,000 രൂപ അല്ലെ? അതെ അതെ. എങ്ങനെയായിരുന്നു? കമ്പനി അലവിൽ മാറ്റിയിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ട് അതുപോലെ ലോ പ്രൊഫൈൽ ടയറൊക്കെ ഇട്ട് കിഡ്കാച്ച് വണ്ടി വി ആണത്. 2019 വ്യൂ തന്നെയാണ്, അടിപൊളി വ്യൂ ആണ്. എങ്ങനെയായിരുന്നു മോഡലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ കിലോമീറ്റർ 45,000 കിലോമീറ്റർ ഓടില്ല. 2019 വണ്ടി. 2019 ലേശം വില കൂടും മാർക്കറ്റ് ലെവലിനേക്കാൾ കൂടും. കാരണം ഈ ഓരോ ക്വാളിറ്റിയാണ് അതിന്റെ കാര്യം. ഒരു ക്ലെയിമോ ഒരു ഫോൾട്ടോ ഒന്നും കാണിക്കാൻ കഴിയില്ല. അത്രയും ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റുന്ന 660 കൊടുക്കാം. 660 നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു 19 വണ്ടി ഇറക്കും ചെയ്യാം. നേരത്തെ നമ്മളൊരു അതർ സ്റ്റേറ്റ് വണ്ടി ഇരുന്നു. ഇനി ഒറിജിനൽ കേരള ക്രിസ്റ്റന്റെ വേണമെന്നുള്ളവർക്ക് അതൊരു അടിപൊളി ക്രിസ്റ്റ നമുക്ക് ഇവിടെ ഉണ്ട്. ഇതേതായിരുന്നു? വി തന്നെയാണോ? 2018 മോഡൽ ഒറിജിനൽ കേരള സിംഗിൾ ഓണർ വി ആണ്. വി ആണ് അല്ലെ? 160 ഓടിയിട്ടുണ്ട്. ടൈപ്പ് 3ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടി ഫുൾ നീറ്റ് വണ്ടി. ചെറിയൊരു ₹1 താഴെയുള്ള ഒരു ചെറിയൊരു ക്ലെയിം ഉണ്ട്. ബമ്പർ ബോണറ്റ് അങ്ങനെയുള്ള സാധനം. അത് മേജർ അല്ല, അങ്ങനെ ഒരു ചെറിയ ഇതിൽ വന്ന ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് ചെയ്തേക്കണതാണ്. നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ട് കൊടുക്കുള്ളൂ, അതുകൊണ്ടാണ് പറയുന്നത്. എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് 1675. നമ്മുടെ അടുത്ത് 2017 വി നമ്പർ ആക്കാനുള്ളത്. അത് 11 രൂപക്കാണ്. അതാണ് നമുക്ക് ഇതിന്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതും ഏകദേശം 1.5 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ലോൺ 15 ലക്ഷം രൂപ ഈസി ആയിട്ട് ലോൺ ചെയ്യാം. ഈസി ആയിട്ട് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റൂല. ഓക്കെ. അടുത്താണ് ചെറിയ ബഡ്ജറ്റിൽ ഫോർച്യൂണർ. അതും അത്യാവശ്യം നമുക്ക് നല്ല ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഫുൾ ബ്ലാക്കിൽ നല്ലൊരു കരിമ്പുലി. അതെ അതെ. 2009 മോഡൽ 10 രജിസ്റ്റർ വണ്ടിയാണ്. ടൈപ്പ് 2ലേക്ക് ഫുള്ളി കൺവെർട്ടഡ് ആണ്. ഒരു ഭാഗം മാറ്റി നിർത്താനില്ല. അത് തന്നെയല്ല, ന്യൂ ജെൻ ഫോർച്യൂണറിന്റെ അലോയ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് തന്നെ ഏകദേശം 1 ലക്ഷത്തിന് മുകളിൽ വിലയുണ്ട്. 4 ഫുൾ കട്ട ടയേഴ്സ് കാര്യങ്ങളെല്ലാം എല്ലാ ഭാഗം ഫില്ലാണ്. ഒന്നും നമുക്ക് ടൈപ്പ് 2ലേക്ക് ഒന്നും നമുക്ക് മാറ്റാനില്ല. പിന്നെ അതിന് പുറമെ നമുക്ക് ജിആറിന്റെ കിറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ താറിന് കരിമ്പുലി എന്ന് വിളിക്കണ മാതിരി തന്നെ ഇതിനും വേണമെങ്കിൽ വിളിക്കാം. ഇപ്പൊ നിലവിലൊരു ട്രെൻഡിങ് ഫോർച്യൂണർ ആണ് കൂടുതൽ. ആ ഒരു റേഞ്ചിൽ നമുക്ക് ഇതാണ് ചെറിയൊരു ബഡ്ജറ്റ്. എത്ര രൂപയ്ക്ക് നമ്മൾ പറഞ്ഞ 8.5 രൂപയ്ക്ക് കൊടുക്കാം. 8 രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വണ്ടിയാണ്. ഇനി ഒരു ഇനോവ നോക്കുന്നവർക്ക് നമുക്ക് ഇനോവയും നമുക്ക് ഇവിടെ ഉണ്ട് നല്ല കളക്ഷന്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2014 മോഡൽ വി റീ രജിസ്റ്റർ വണ്ടി തന്നെയാണ്. 1.2 അടുത്ത് ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ പ്രൈവറ്റ് വണ്ടിയാ. വണ്ടി നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ റീവണ്ടി ഒക്കെ അത്യാവശ്യം ക്വാളിറ്റി ഇല്ലാത്ത വണ്ടി നമ്മൾ എടുക്കില്ല. ഇത് നമുക്കൊരു 7.40 കൊടുക്കാൻ പറ്റുള്ളൂ. കുറച്ചിട്ടൊക്കെ ചിലപ്പോ വണ്ടി കിട്ടുമായിരിക്കും, ഇല്ലാന്നൊന്നും പറയില്ല. പക്ഷെ നല്ലൊരു വണ്ടി തിരഞ്ഞെടുക്കുന്നവർക്ക് വരേണ്ടി വരും. ഇതിനു വേണ്ടി പിന്നെ നമുക്ക് വർക്ക്ഷോപ്പിൽ നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. ജെന്യൂനാണ് എല്ലാ ഭാഗവും. ഇന്റർകൂളർ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ നല്ല ഫാൻസി നമ്പറൊക്കെ അടക്കം വരുന്ന നല്ലൊരു കിഡിലും ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഒരു മൈക്രോ SUV, അതും ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു വാഹനമാണ് നമ്മുടെ എക്സ്റ്റർ ഹുണ്ടായുടെ. നല്ല അടിപൊളി കളറാണ്. അത് നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം ഇതിനപ്പുറം വേറെ ഓപ്ഷൻ ഇല്ല. അത് ഓട്ടോമാറ്റിക് സെഗ്മെന്റ് കൂടിയാണ്. എങ്ങനെയായിരുന്നു മോഡൽ? 2024 മോഡലാണ്. 30,000 കിലോമീറ്റർ. ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഹൈ ക്വാളിറ്റി ഇന്റീരിയർ, എല്ലാ ഭാഗം പെർഫെക്റ്റ്. ഓക്കെ. പിന്നെ റിയൽ വീണിട്ടില്ല. അപ്പൊ അത്രയും നമുക്ക് ഗ്യാരണ്ടി കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് എൻഡിൽ ഓട്ടോമാറ്റിക് സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന ഒരു എക്സ്റ്റർ. എത്ര രൂപ ചെയ്യാൻ പറ്റും? 75 കൊടുക്കാം. മാക്സിമം നമുക്ക് ഒരു 8.5 രൂപയൊക്കെ ലോണും കയറ്റി കൊടുക്കാം. 15 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് നേർച്ചപ്പെട്ടിൽ ഇടണ്ടേ പൈസ. അതിന് വേണ്ടിയിട്ടാണ് ഈ 25 രൂപയ്ക്ക് വരുന്നത്. അല്ലെങ്കിൽ അവർ 8.5 രൂപയ്ക്ക് തന്നെ ലോൺ എടുത്ത് 8.5 രൂപയ്ക്ക് തന്നെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഇതിനൊരു വിലയില്ലെന്ന് തോന്നും. അതുകൊണ്ടാണ് അത്ര ഉള്ളൂ ഉദ്ദേശിച്ചത്. അടുത്ത നമുക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വളരെ ഘോരഘോരം നമ്മൾ പ്രസംഗിച്ച അപ്പൊ ഞാൻ ഇങ്ങനെ നിർത്തി വെച്ചേക്കാണ്. അങ്ങനെ ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. നമ്മളിങ്ങനെ വലിയൊരു താല്പര്യം ഇല്ലാതുകൊണ്ട് നിൽക്കുകയാണ് കൊടുക്കാനായിട്ട്. അതിന്റേതായ ആ വിലക്ക് കിട്ടിയാൽ നമ്മൾ കൊടുക്കും. കാരണം നമ്മൾ പറഞ്ഞത് നമ്മൾ മാറ്റി പറയില്ല. 395 കിട്ടണം. 2013 മോഡലാണ്. ഇപ്പൊ സെക്കൻഡ് ഓണറായി എന്റെ പേരിലേക്ക്. വെറും 90,000 സർവീസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഒന്നിന്റെ സർവീസ് ചെയ്യാറായി. അത്രയും പെർഫെക്റ്റ് എല്ലാ ഭാഗവും. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? 395 തരണം. അതിൽ കുറച്ച് കോംപ്രമൈസ് ഇല്ല. നോ കോംപ്രമൈസ്. കാരണം അങ്ങനെ ഈ വണ്ടി തെരഞ്ഞു വരുന്നവർക്ക് അത് കൊടുക്കുള്ളൂ. അല്ലാതെ നമ്മൾ വേറെ ഏതെങ്കിലും വണ്ടി വരുന്നവർക്ക് ഇത് കൊടുക്കൂല. അപ്പൊ ഇതിനെ ഇഷ്ടപ്പെട്ട് ഇങ്ങനെ ഇതിന്റെ ക്വാളിറ്റി അറിയുന്നവർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. അടുത്ത നമുക്കൊരു പ്രീമിയം വെഹിക്കിൾ നേരത്തെ നമ്മൾ പരിചയം. അതേപോലെ തന്നെ ഒരു BM കൂടി ഉണ്ട്. 2012 മോഡല് ഒറിജിനൽ കേരള സിംഗിൾ തേർഡ് ഓണർ. എന്റെ പേരിലുള്ള വണ്ടി തേർഡ് ഓണർ. ഇത് രണ്ടും എന്റെ പേരിലുള്ള വണ്ടിയാ. അതില് വേറെ ആർക്കും അവകാശമില്ല. ആർക്കും അവകാശമില്ല. അവകാശം പറഞ്ഞ് പറയാനായിട്ട് ഒരാൾക്കും കഴിയില്ല. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് 2012 മോഡല് കോർപ്പറേറ്റ് എഡിഷൻ ആണ്. തേർഡ് ഓണർ. എന്റെ പേരിൽ വന്നപ്പോ തേർഡ് ഓണറായി. 4 ടയർ പുതിയ, എല്ലാ ഭാഗം ഫുള്ള് വണ്ടി. നമുക്കിതിൽ 6,90,000 രൂപയ്ക്ക്. അപ്പൊ അതൊരു ചെറിയൊരു സ്വിഫ്റ്റ് ഒക്കെ വാങ്ങുന്ന പ്രൈസിന് നമുക്ക് പോകാന്നുള്ളതാണ്. അതാണ് നമ്മുടെ പ്രത്യേകത. അടുത്ത് വീണ്ടും ഒരു 7 സീറ്റർ ആണ്. നമ്മൾ 3 7 സീറ്റർ ഒരുമിച്ച്
ഫസ്റ്റ് തന്നെ റെനോ ലോഡ് ജി അല്ലേ? അതെ അതെ അതെ. ഇത് പേര് പോലെ തന്നെ അത്യാവശ്യം ലോഡ് ഇതിൽ കൊണ്ടുപോകാന്നുള്ളതാണ്, ആളുകളെ കൊണ്ടുപോകാന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് നല്ല ഫീച്ചേഴ്സും ഉണ്ട്. മൈലേജ് 15-16 ഫീച്ചേഴ്സ് എല്ലാം ഇതിലുണ്ട്. അതിനേക്കാളും ബാക്ക് സീറ്റിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ്. മൈലേജും ഉണ്ടാവും. 85 വണ്ടിയാണ്. എത്ര രൂപ? 365 കൊടുക്കുക. 2015 മോഡൽ സെക്കൻഡ് ഓണർ. ഡീസൽ വണ്ടി. ഡീസൽ. അതേപോലെ അത്യാവശ്യം നല്ല പണിത് ഒരു വർക്കും നമുക്ക് ചെയ്യിക്കാനില്ലാത്തൊരു വണ്ടിയാണ് മഹീന്ദ്ര ബൊലേറോ. കാരണം ബൊലേറോന്റെ ഒരു കമ്പനീന്റെ പ്രശ്നം തന്നെയാണ് പൊതുവെ നമ്മൾ നോക്കുമ്പോൾ ഏതൊരു എടുക്കാൻ വരുന്ന വണ്ടിയെ കുറിച്ച് അവർ ആദ്യം നോക്കുന്ന കാര്യം തുരുമ്പുണ്ടോ എന്നുള്ളതാണ്. പഴയ മോഡല്. അപ്പൊ ഇതിൽ നമുക്ക് ആ ഒരു കാര്യത്തിലും നമുക്ക് ഒരു പ്രശ്നമില്ല, അത്രയും ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന. കാരണം എന്താ വെച്ചാൽ നമ്മളിത് വളരെ റീസണബിൾ റേറ്റിന് നമുക്ക് കിട്ടിയതാ. പക്ഷെ പിന്നീടാണ് ഇതിന് പണി വന്നത്. 60,000 രൂപ നമ്മൾ പണിയെടുപ്പിച്ചു. വണ്ടി ബോഡി പക്കയാക്കി, മെക്കാനിക്കലി ഫുള്ളാ. അതിൽ ഒരു കോംപ്രമൈസ് ആകെ 1.20 ഓടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് വിലക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മള് നേരത്തെ ഉള്ള വീഡിയോയിലും പറഞ്ഞിരുന്നു 3,30,000 രൂപയ്ക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. പലരും 3 രൂപയ്ക്ക് വരും, 3.10 രൂപയ്ക്ക് വെച്ചിട്ട് വരുന്നുണ്ട്. കാരണം നമുക്കത് കോസ്റ്റ് ആണ്, ലാഭമല്ല. ലാഭ കച്ചവടം അല്ല ഇതില്. കോസ്റ്റ് പിരിയാണ്. അല്ലെങ്കിൽ നമുക്ക് ലാഭം കിട്ടിയിരുന്നു, 3 രൂപ വെച്ച് വിൽക്കാൻ പറ്റിയിരുന്നു. അപ്പൊ നമുക്ക് ലാഭം നോക്കണില്ല, കോസ്റ്റ് പിരിക. അടുത്ത് വീണ്ടും നമുക്കൊരു 7 സീറ്റർ തന്നെയാണ്. സാധാരണ SUV കുറെ ഉണ്ടാവാറുണ്ട്, ഇത്തവണ കുറച്ച് കുറവാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ ഒരു ആഴ്ചയായിട്ട് 3-4 SUV നമുക്ക് സെയിലായി പോയി. ഇതും ഓൾറെഡി സത്യത്തിലെ ഒരു കച്ചവടം ചെയ്ത് നിൽക്കുന്നതാണ്. ഇനി ലോണിന് വേണ്ടി കൊടുത്തിരിക്കുക. അതുകൊണ്ടാണ് നമ്മളിത് വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെയ്യൂല. ഇത് 2019 മോഡൽ ടൈപ്പ് 3 Gen ആണ്. 3 Gen വണ്ടി ആകെ 72,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ. നമ്മൾ 9,80,000 രൂപ കൊടുക്കും. ഫൈനൽ വില കുറച്ച് കൊടുക്കൂല. മാക്സിമം ഫുൾ ഓൺ കൊടുക്കാം. ഇനി ഇതിന്റെ നമ്മുടെ അടുത്ത് 2013 ഉണ്ട്, 12 ഉണ്ട്. ഇത് രണ്ടും നമുക്ക് 888 ആണ്. ഒന്ന് 3.95 കൊടുക്കാം, ഒന്ന് നമുക്കൊരു 4.30 കൊടുക്കാം. 2012 അതുപോലെ എർട്ടിക ചോദിച്ചു വരുന്നവർക്ക് ഉണ്ട് നമ്മുടെ അടുത്ത്. 2024 മോഡൽ 30,000 കിലോമീറ്റർ ZXi ഉണ്ട്. ആ വണ്ടിക്ക് എന്ന് പറഞ്ഞാല് പുത്തൻ വണ്ടി പോലെ തന്നെ അത്യാവശ്യം അഡീഷണൽ ആഡ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. നമുക്കൊരു 10.5 ലക്ഷം രൂപ കിട്ടണം. 10 ലക്ഷം രൂപ അത് നമ്മള് ഇന്നും നാളായിട്ട് കയറുന്ന വണ്ടികളാണ്, യാർഡിൽ കയറുന്ന വണ്ടികളാണ്. ഫ്രണ്ട്സ്, നമ്മളൊന്ന് LFC കിങ്സിലായിരുന്നു. ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ പൊന്നാംകുറിശി ബൈപ്പാസ് ജംഗ്ഷനിലാണ്. അപ്പോൾ വീഡിയോയുടെ നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ല ക്വാളിറ്റിയിൽ ലോ കിലോമീറ്ററിൽ ഫുൾ ഓണിലൊക്കെ ഒത്തിരി നല്ല വാഹനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ പ്രൈസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം പറഞ്ഞിട്ടുണ്ട്. ബാക്കി വണ്ടികളൊക്കെ നമ്മൾ ഫൈനൽ റേറ്റ് അല്ലാത്ത വണ്ടികളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. മാക്സിമം നമുക്ക് ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓൺ നമുക്ക് ഒത്തിരി വാഹനങ്ങൾ നമുക്ക് കൊണ്ടുപോകും. വണ്ടി എടുക്കാൻ റെഡി ആയിട്ട് വന്നാൽ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യും. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നു, വീണ്ടും കാണാം. റിയാസ് സൈനിങ്. ഓക്കെ.